ഹലോ ചവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ കാസർഗോഡാണുള്ളത്. ഇപ്പം നമ്മൾ കാസർഗോഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂട്യൂബറിൻ്റെ അടുത്താണ് കേട്ടോ. യൂട്യൂബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലോഗോയൊക്കെ കാണുമ്പം അറിയാൻ പറ്റും, കരാട്ടെ ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിങ് സെന്റർ അല്ലേ, നമ്മുടെ അഷറഫ് മച്ചാൻ്റെ അടുത്താണ് കേട്ടോ. അപ്പം കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പം സ്റ്റിൽ അടിച്ചു കളയാതെ കാണുക, കുറേ ടിപ്പും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ബ്രോയെ ഒന്ന് പരിചയപ്പെടാം, ബ്രോയുടെ ചാനൽ പരിചയപ്പെടാം. എല്ലാവർക്കും അറിയാം, എന്നാലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പരിചയപ്പെടാം. പിന്നെ ബ്രോയുടെ കുറച്ച് ടിപ്പുകളും പിന്നെ ഈ ഒരു ബ്രോയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാം കാണാം. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ എത്രത്തോളം യാത്ര ചെയ്യുന്നോ അത്രത്തോളം ആനന്ദം നമ്മുടെ മനസ്സിൽ പകരത്തില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും കുറച്ച് ഊർജ്ജസ്വലരൊക്കെ ആവാന്ന് പറയത്തില്ലേ, അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അഷറഫ് ബ്രോ. അപ്പൊ അഷറഫ് ബ്രോ ഒന്ന് സെൽഫായിട്ടൊന്ന് ഇൻട്രോ പറഞ്ഞു. ആദ്യം തന്നെ ഒരു സെൽഫ് ഇൻട്രോ കൊടുത്തേ. നമ്മുടെ എൻ്റെ പേര് അഷ്റഫ് എന്നാണ്, കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, കരാട്ടെ ആൻഡ് ഫിറ്റ്നസ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 4 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടും സെൽഫ് ഡിഫെൻസും അതേപോലെ ഫിറ്റ്നസ് സംബന്ധമായ കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിലൂടെ എടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മച്ചാൻ്റെ ചാനലിലൂടെ നമ്മളെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടി ഈ ഒരു അവസരത്തിൽ പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പോൾ മച്ച എത്ര സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിലും 4 ലക്ഷം പേര് അല്ലെങ്കിൽ 4 ലക്ഷം ഫാമിലി ഉള്ളൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ അതിലുപരി നമ്മളെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് തരുന്ന ഒരു ചാനലാണ് കേട്ടോ മച്ചാൻ്റെ. അപ്പം എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കയറി കണ്ടു നോക്കുക. വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ, പക്ഷേ വീഡിയോ എല്ലാം പക്ക കണ്ടന്റ് ഉള്ള വീഡിയോ ആണ്. അപ്പം നമുക്ക് പിന്നെ ഇപ്പം എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മച്ചാൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, ഇത് ടെക്നിക് നമ്പർ 1. ഇത് കണക്ക് അടുത്ത് നമ്മുടെ റോഹിൻ ചെയ്യുന്ന. റോഹിനെ ഒന്ന് ട്രൈ ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ടെക്നിക് ഒന്ന് പിടിച്ചോ. അടുത്ത ടെക്നിക് നമ്പർ 2 ആണ് കാണാൻ പോകുന്നത്. പൊളിച്ച്. ആർക്കെങ്കിലും ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടോ? ബടാ സ്റ്റുഡൻസിനെ കൊണ്ട് നിങ്ങളുടെ ഇത് പിന്നെ ഇത് എത്ര നാളായിട്ടുള്ള സ്റ്റുഡൻസ് ആണ്? 8 മാസമായിട്ട് ക്ലാസ് നിർത്തിയായിരുന്നു. ഓക്കെ, പിന്നെ ഓൺലൈൻ ക്ലാസിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടോ. ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് ഒരു റവന്യൂ ആയിട്ട് കാണുന്നത്. യൂട്യൂബിലൊക്കെ ചെറിയ വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് എല്ലാ ജില്ലയിൽ നിന്നും നല്ല സപ്പോർട്ടുമാണ്. അതേപോലെ കുറെ സ്റ്റുഡൻസ് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ബ്രോയുടെ ചാനലിലില്ലേ? അപ്പം ഡീറ്റെയിൽസ് എല്ലാം ബ്രോയുടെ ചാനലുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ ഇതൊക്കെ പിന്നെ അഷ്റഫ് ബ്രോയുടെ സ്റ്റുഡൻസ് ആണ് കേട്ടോ. അപ്പോൾ അവരുടെ കുറച്ച് പരിപാടികളൂടെ കാണാൻ നമുക്ക്. ഇനി നെക്സ്റ്റ് ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഇതിനു മുമ്പിട്ട് കളരിയുടെ ഇവിടെ പോയിട്ടാ വന്നത് കേട്ടോ, വടകര പോയിട്ടാ വന്നത്. അപ്പൊ കളരിയിൽ പോയപ്പോഴത്തേന് നമ്മള് ഇതിന്റെ ഒരു മെയ് വഴക്കത്തിന്റെ ഒരു ഇത് കാണിച്ചായിരുന്നു. അപ്പൊ സെയിം അത് തമ്മിൽ സത്യം പറഞ്ഞ എന്തോ ഒരു സാമ്യമുള്ളതാണ് തോന്നി കേട്ടോ. തീർച്ചയായും കരാട്ടെ ആണെങ്കിലും മറ്റു മാർഷൽ ആർട്ട് ആണെങ്കിലും എല്ലാത്തിലും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫ്ലെക്സിബിലിറ്റി, അതേപോലെ സ്പീഡ്, ടാർഗറ്റ്. നമുക്ക് ഒരാൾ അടിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലേസിലോട്ട് തന്നെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടാർഗറ്റ്. പിന്നെ അതേപോലെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്
മെന്റലി ഫിസിക്കലി ഹെൽത്ത് തന്നെയാണ്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ കുറേ ആൾക്ക് ചെറിയൊരു തെറ്റിദ്ധാരണയുള്ളത് നമ്മളിപ്പോൾ ആരെങ്കിലും മിസ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത്. ഒരിക്കലും അല്ല. ഈ ഫൈറ്റിംഗ് ഒക്കെ ഉള്ളത് ചെറിയ പാർട്ട് മാത്രമാണ്, അതായത് ഒരു 10% മാത്രമാണ്. ബാക്കി നമ്മളുടെ സെൽഫ് ഡിഫെൻസ് അതേപോലെ മെന്റലി ഫിസിക്കലി ഹെൽത്തിന് വേണ്ടി. ബ്രോ ആർക്കെങ്കിലും നേരെ ഈ കരാട്ടെ പ്രയോഗിച്ചിട്ടുണ്ടോ? ഇതേവരെ പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇതേവരെ പ്രയോഗിക്കേണ്ടി വന്നില്ല, പക്ഷേ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് കണ്ടല്ലോ. തീർച്ചയായും. വെറൈറ്റി സാധനങ്ങളാണ് ബ്രോയുടെ കയ്യിലുള്ളത്. നിങ്ങളുടെ ടീമിൽ ആരെങ്കിലും അല്ല നിങ്ങൾ തന്നെ ഒരു കിക്ക് ചെയ്തോടെ? ക്യാമറ ആരെങ്കിലും പിടിക്കും? ഞാനോ? ഇവൻ കിക്ക് ചെയ്യും. ഇവനാണ് മിടുക്കൻ. ക്യാമറ ഞാൻ പിടിക്കും. ഓക്കെ, നന്നായി. ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. പിടിച്ചോ, എന്നെ തന്നെ ഇറക്കണം. പാൻറ് കീറിയില്ലെങ്കിൽ എല്ലാവരും കണ്ടോ? ഒന്ന് ഫുൾ പവർ, ഫുൾ പവർ. ഇന്ന് മിക്കവാറും ഞാൻ ഇവിടെ തന്നെ ട്രെയിനിങ്ങിന് കയറും കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ അടുത്ത റൈഡ് കാണത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ എന്തിനാ എന്നെ കൊണ്ട് കിക്ക് ചെയ്യിപ്പിച്ചു? അതുകൊണ്ടൊന്ന് പറഞ്ഞു. എന്നെ കണ്ടപ്പം ഏകദേശം ഒരു 10-12 ദിവസമായിട്ട് ബൈക്കിന്റെ മണ്ടേന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പിന്നെ ആൾ ഇന്ത്യ റൈഡൊക്കെ അടിച്ചപ്പോഴത്തേനും ഒരുപാട് പേര് നമ്മുടെ ചോദിച്ചാണ്, നമ്മൾ ഒറ്റയ്ക്ക് സോളോ റൈഡ് അടിക്കുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ പിന്നെ അക്രമമൊക്കെ നമുക്ക് നേരെ വരുമോ, അല്ലെങ്കിൽ പണ്ടൊക്കെ ഇരിക്കുമ്പോൾ തട്ടി കൊണ്ടുപോകാന്നൊക്കെ. അപ്പോൾ ബ്രോ നമുക്ക് അങ്ങനെ റൈഡൊക്കെ ഒറ്റയ്ക്ക് അടിക്കുമ്പോഴേ നമ്മുടെ നേരെ ആരെങ്കിലുമൊക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ തട്ടിക്കൊണ്ടുപോകാനൊക്കെ വരും രാത്രിയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ടെക്നിക്ക് വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഒപ്പോണന്റ് എത്ര ശക്തിയുള്ള ആളാണെങ്കിലും ആളുടെ കയ്യിൽ വെപ്പൺ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ചില വീക്ക് പോയിന്റിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അയാളെ വീഴ്ത്താനോ അതേപോലെ നമുക്ക് രക്ഷപ്പെടാനും പറ്റും. അപ്പൊ അത്തരം ടിപ്സ് ഒരുപാട് നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കിട്ടും. എന്നാലും എക്സ്ക്ലൂസീവ് ആയിട്ട് ഒന്ന് രണ്ടെണ്ണം എക്സ്ക്ലൂസീവ് ആയിട്ട് ഇപ്പൊ ആണെങ്കിൽ ആരെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒന്നുണ്ട്. ബാടാ ഇത്ര വലിയ ശരീരം കൊണ്ട് വെറുതെ നടക്കുമേ. എന്നെ മാത്രം നീ പറഞ്ഞോട്ടാ പറയല്ലോ. ഇല്ലില്ല. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് പെട്ടെന്ന് പൈസ വാങ്ങിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സീൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നെക്ക് പിടിച്ചിട്ട് ഉപദ്രവിക്കാൻ നോക്കുന്നതാണെങ്കിൽ ജസ്റ്റ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇയാളിപ്പോ എന്നെക്കാളും നല്ല വെയിറ്റും ആണ് ഹൈറ്റും ആണ്. അതുകൊണ്ടാണ് ഇവനെ തന്നെ നമ്മൾ ഗോതയിൽ ഇറക്കിയത്. എത്ര സ്ട്രോങ്ങിലാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്? ഇത്ര മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഇയാൾ ഹോൾഡ് ചെയ്തിട്ടുള്ളത് മാക്സിമം പവറിലാണെങ്കിലും സിമ്പിൾ ആയിട്ട് വരാൻ പറ്റുന്ന മെത്തേഡ് തന്നെയാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്തു ജസ്റ്റ് ഗ്രോയിങ് കിക്ക് അടിച്ചാൽ ഞാൻ കിക്ക് ചെയ്തിട്ടില്ല. ശരിക്കും നമ്മൾ റിയാലിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ വരുന്നത് സ്പോട്ടിന് അടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഡെത്ത് ഒന്നും സംഭവിക്കില്ല, പക്ഷെ അയാൾക്ക് കുറെ സമയത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ചെറിയ വീഡിയോ ആയതുകൊണ്ട് സംഭവം ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. വീണ്ടും ടെക്നിക്കുകൾ ഡമ്മി ഇതുപോലെ മനുഷ്യന്റെ ഏകദേശം രൂപമുള്ള ഒരു സാധനം ടാർഗറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരാളെ ഹെഡിലോട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒന്നുകൂടെ കാണിക്കും ആ സാധനം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടാവോ? അതിന് വേണ്ടിട്ട് വെച്ചിട്ടുള്ള ഡമ്മിയാണല്ലേ? പക്ക സ്ട്രോങ് ആണല്ലേ, പോകത്തില്ലല്ലേ? ആ ഒരു ഡമ്മിയാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. കിട്ടിയിട്ടുള്ള അതിരുകളാണോ ഈ കാണുന്നത്? ഞാൻ 2018 ഇന്ത്യക്ക് വേണ്ടിട്ട് മത്സരിച്ചു. അപ്പൊ 2018 ഇന്ത്യക്ക് വേണ്ടിട്ട് യൂറോപ്പിൽ വെച്ചിട്ടായിരുന്നു മത്സരം. യൂറോപ്പിൽ വെച്ചിട്ട് അപ്പൊ സെക്കൻഡ് പ്ലേസ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു ട്രോഫിയാണ് ഇത് കാണുന്നത്. ഇതാണ് അവരുടെ ഇതല്ലേ 2018 സെക്കൻഡ് പ്ലേസ്.
സെക്കൻഡ് പ്രൈസ്. ഇതൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഇത് 8ഓളം നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. 8ഓളം നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് പ്രൈസ് അല്ലേ? പിന്നെ നാട്ടിൽ നിന്ന് കിട്ടി. എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിന്റെ ആ ഒരു ഇത് മാത്രമേ എനിക്കെന്നല്ല മിക്ക സബ്സ്ക്രൈബേഴ്സിനും അറിയത്തുള്ളൂ. നിങ്ങളുടെ പിന്നെ മച്ചാൻ വലിയ പുള്ളിയാണ് കേട്ടോ. ഇതൊക്കെ പുള്ളിക്ക് കിട്ടിയിട്ടുള്ള ആദരവുകളാണ് കേട്ടോ, വലിയ വലിയ ട്രോഫികൾ കണ്ടോ. ഓക്കെ, അപ്പം ഇനി എന്താണ് ഇതെന്ത് സംഭവം? ഇത് ഞാൻ ചെയ്തതാണ്. നെക്സ്റ്റ് സ്പീഡിലാണ് കൈ ഇങ്ങനെ നീ ഒന്ന് ചെയ്ത് നോക്കടാ. ഞാൻ ചെയ്ത് കാണിക്കുന്നത് നീ എന്തല്ലേ ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ കയറാം കേട്ടോ. ഓഫ്ലൈൻ സത്യം പറഞ്ഞാൽ അടുത്തായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഒരു മാസത്തെങ്കിലും ക്ലാസ്സിന് വന്നിട്ട് പോകത്തില്ല. ഇതൊക്കെ ഓക്കെ. ഇത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മെയിനായിട്ട് എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് തന്നെയാണ് വേണ്ടത്. കാരണം നമുക്കിപ്പോൾ കിട്ടുന്ന ഫുഡൊക്കെ അറിയാമല്ലോ, വളരെ മോശമായിട്ടുള്ള ഫുഡാണ്. അതേപോലെ ഫിറ്റ്നസ്സിന് വലിയ പ്രാധാന്യമില്ലാത്തൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ലൈഫിന് വേണ്ടി തന്നെ എല്ലാവരും ഒരു 15 ദിവസമൊക്കെ ഒരു എക്സർസൈസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കൊണ്ടുവരുന്നതാണ്. സിമ്പിളായിട്ട് പിന്നെ എക്സർസൈസിങ്ങും കാര്യങ്ങളും എല്ലാം ബ്രോയുടെ ചാനലുണ്ട് കേട്ടോ. എന്തായാലും ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. പിന്നെ ബ്രോ ഒരു 6 പാക്ക് ചലഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു? നോക്കട്ടെ 6 പാക്ക് ഒന്ന് കാണിക്കാം. വാവോ, ഇതാണ് 6 പാക്ക് പോയെന്ന് പറഞ്ഞേ. എത്ര ദിവസം കൊണ്ടായിരുന്നു 6 പാക്ക് ആക്കി? 28 ദിവസം കൊണ്ട് 6 പാക്ക് ആക്കിയിട്ടുള്ള ഒരു ചലഞ്ച് ബ്രോയുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ചലഞ്ച്. ഞാനും മിക്കവാറും ഒരു 50 ദിവസം കൊണ്ട് 6 പാക്ക് ആക്കുന്ന ഒരു ചലഞ്ച് വേണ്ടി വരും. അപ്പൊ എന്തായാലും കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഒരുപാട് യാത്രകൾ ചെയ്യാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതേപോലെ നല്ല നല്ല വീഡിയോസ് ചെയ്യാനും ഭാഗ്യമുണ്ട്. നമ്മൾ നിങ്ങളുടെ ഇത് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ എന്തായാലും കണ്ടേ സന്തോഷം. കാരണം വെച്ചാലേ നമ്മൾ ഈ ചാനലിൽ കണ്ട ആ ഒരു പരിചയമല്ല, നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. കാരണം നമ്മൾ ഈ ചാനലിലൂടെ ഒരുപാട് പേരെ കണ്ടിട്ടേ അവരെ നേരിട്ട് കാണുമ്പോൾ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നേ അപ്പം ബ്രോയെ തിരക്കി പിടിച്ച് വന്ന് കാണുമ്പോഴത്തേന് നമുക്കൊരു എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷം. എനർജി ഭയങ്കര ആ ഒരു എനർജിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ മച്ചന്മാരെ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറക്കാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ബെല്ലൈക്കിനും ചവിട്ടിപ്പൊട്ടിച്ച് ഇങ്ങനെ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ. റൈഡർ സ്ലീപ്പ് ബോയ് ആൻഡ് അഷ്റഫ് ബ്രോ.